അഡ്വക്കേറ്റ് സേനാപതി വേണു, ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളമൊട്ടാകെ നിങ്ങൾ പറഞ്ഞത് CPM നടപടി സ്വീകരിക്കുന്നില്ല. അവരുടെ മുൻ MLA അടക്കമുള്ള 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ജയിലിൽ പോയിട്ടും ഒരു നടപടിയും CPM സ്വീകരിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ജനങ്ങളോട് മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ കോൺഗ്രസിലെ പ്രമുഖ 2 നേതാക്കൾക്കെതിരെയാണ് ഇപ്പോൾ ചോദ്യ മുനകൾ അല്ലെങ്കിൽ സംശയത്തിൻ്റെ മുനകൾ ഉയരുന്നത്. ഒന്ന് UDF കൺവീനറാണ്, ഒന്ന് പത്തനംതിട്ടയുടെ നിരന്തരം 3 തവണയായിട്ട് അവിടെ MP ആകുന്ന വ്യക്തിയാണ്. നിങ്ങൾ എന്തെങ്കിലും അവരോട് വിളിച്ച് കാര്യം അന്വേഷിച്ചോ? തെറ്റായിപ്പോയി എന്ന് പറഞ്ഞോ? UDF കൺവീനർ ഇങ്ങനെ ആരോപണം നേരിടുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ചും കോൺഗ്രസിന് തിരിച്ചടിയാകുമെന്ന് നിങ്ങൾ ഒരു വിലയിരുത്തലെങ്കിലും നടത്തിയോ? അപ്പോൾ ആ ഒരു തരത്തിൽ CPM കുറ്റം പറഞ്ഞ നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്ത് നടപടിയാണ് ഉണ്ടാകുന്നത്? അഡ്വക്കേറ്റ് സേനാപതി വേണു. അല്ല, ശ്രീ വിനോദ്, കഴിഞ്ഞ ഒരു 60 ദിവസമായി SIT ഈ കേസുമായിട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഇവർക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ അകത്തൊരു ഇൻവോൾവ്മെന്റ് ഉണ്ട് എങ്കിൽ SIT ഇവരെ ചോദ്യം ചെയ്യുകയോ, ഇപ്പോൾ ഈ അകത്ത് കിടക്കുന്ന നേതാക്കൾക്കൊപ്പം ഇവരൊക്കെ അകത്തോട്ട് പോകേണ്ടവരാണല്ലോ. SIT വളരെ കൃത്യമായ രീതിയിലാണ് അന്വേഷണം നടത്തുന്നതെന്നാണല്ലോ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഒരു തെളിവുകളും SITക്ക് കിട്ടിയിട്ടില്ല. എന്തെങ്കിലും തെളിവുകൾ ഉണ്ട് എങ്കിൽ പ്രത്യേകിച്ച് പിണറായി വിജയൻ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ പ്രധാനപ്പെട്ട അദ്ദേഹത്തുമായിട്ട് അടുത്ത് വളരെ ചേർന്ന് നിൽക്കുന്ന പല DIGമാരും IG മാരും ഒക്കെ ഉള്ള ഒരു നാട്ടിൽ എന്തെങ്കിലും ഒരു സൂചന ഇതിനെക്കുറിച്ച് കിട്ടിയെങ്കിൽ, പിന്നെ ഇപ്പോ ജിതിന്റെ ഒക്കെ വാദഗതി കേട്ട് കഴിഞ്ഞാൽ സ്വർണം കൊള്ളയടിച്ചതിനേക്കാൾ അതല്ല കുറ്റകൃത്യം. സോണിയാഗാന്ധിക്കൊപ്പം നിന്ന് ഫോട്ടോ എടുത്തു എന്നുള്ളതാ, അല്ലെങ്കിൽ ഫോട്ടോയിൽ വന്നു എന്നുള്ളതാണ് കുറ്റകൃത്യമായിട്ട് ഇപ്പം അവര് കാണുന്നത്. സ്വർണം പോയതോ സ്വർണം കൊള്ളയടിച്ചതോ. ഞാൻ ജിതിനോട് എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ചോദിക്കട്ടെ, ഈ സ്വർണ്ണ കൊള്ള നടക്കുന്ന ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഈ നിങ്ങൾ ഉന്നയിച്ച ഈ 2 MP അല്ലെ UDFന്റെ കൺവീനർ ഇവരാരെങ്കിലും ഏതെങ്കിലും ഒരു പദവി ഈ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഇവരുടെ ഒരു സ്വാധീനത്തിൽ അവിടെ നിന്നൊരു സ്വർണത്തിന്റെ മോഷണം നടക്കുന്നത് 2019 ഇവരുടെ സ്വാധീനത്തിൽ എന്തെങ്കിലും ഒരു മോഷണം നടക്കുകയോ അല്ലെങ്കിൽ ഇവർ വഴി ഇതിന്റെ ഒരു വിൽപ്പന നടന്നിട്ടുള്ളതായിട്ടോ എന്തെങ്കിലും ഒന്ന് അത് SITക്കോ ഏതെങ്കിലും അന്വേഷണ ഏജൻസിക്കോ കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ CPM വല്ലാത്ത ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ശരി എന്നാൽ ഇതൊരു വടിയായിട്ട് കോൺഗ്രസിനെയും ആക്രമിക്കാം. ഇപ്പൊ രാംകുമാർ സാർ ഞങ്ങളുടെ പാർട്ടിയുടെ പതനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. സാർ ഇപ്പൊ അങ്ങുമായി ഞാൻ വ്യക്തിപരമായിട്ടുള്ള സേനാപതി വേണു, ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഞാൻ അങ്ങേ തടസ്സപ്പെടുത്തുകയല്ല, അത് എന്റെ നിലപാടുമല്ല. ഒരു സംശയം ചോദിച്ചോട്ടെ ശ്രീ സേനാപതി വേണു, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. എന്തിനാണ് ഒരു സംശയം ഞാൻ അങ്ങയുടെ സമയം തടസ്സപ്പെടുത്തില്ല. എന്തിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശ്രീമതി സോണിയാഗാന്ധിയെ കണ്ടത്? എന്തിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശ്രീമതി സോണിയാഗാന്ധിയെ കണ്ടത്? അതിന് ഉത്തരവൊക്കെ പറഞ്ഞാൽ തീർന്നില്ലേ ഈ വിഷയം? അല്ല, അത് എനിക്കറിയാവുന്ന കാര്യമല്ല. ആ കണ്ടതിൽ എന്തെങ്കിലും തെറ്റുകൃത്യമുണ്ടെങ്കിൽ കുറ്റകൃത്യമുണ്ടെങ്കിൽ ഈ നാട്ടിൽ ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷണം നടത്തുന്ന അല്ല, ഒരു അന്വേഷണ ഏജൻസി ഉണ്ടല്ലോ, അവരന്വേഷിക്കട്ടെ. അല്ല, ഞാൻ എന്റെ ഒരു ചോദ്യം, അങ്ങേക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങ് പറഞ്ഞപ്പം ഞാനത് കേട്ടല്ലോ. സോണിയാഗാന്ധി പറഞ്ഞതുകൊണ്ടാണ് വാതിൽ പാളികൾ അവിടുന്ന് എടുത്തുകൊണ്ട് പോയത്, കട്ടളപ്പാടി എടുത്തുകൊണ്ട് പോയത് എന്ന് അങ്ങേക്കൊരു ആരോപണം ഉണ്ടോ? അല്ലെങ്കിൽ അടൂർ പ്രകാശോ ആന്റണിയോ നിർദ്ദേശിച്ചത് കൊണ്ടാണ് ഈ സ്വർണത്തിന്റെ മോഷണം നടന്നത് എന്നൊരു ആരോപണം അങ്ങേക്കില്ലല്ലോ. ഈ അന്വേഷണ ഏജൻസികൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഈ കാര്യത്തെക്കുറിച്ച് വിവരം കിട്ടിയെങ്കിൽ ഇത്രയും ദിവസമായി വാസുവും അതുപോലെ തന്നെ പത്മകുമാറും ഇപ്പൊ ജയകുമാറും ഇവരെല്ലാം ജയിലിൽ കിടക്കുന്നു. അന്വേഷണം ഇതേ രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഈ അടൂർ പ്രകാശിന് നോട്ടീസ് കൊടുത്തു, ചോദ്യം ചെയ്യാൻ പോകുന്നു എന്ന അന്തരീക്ഷത്തിൽ കേൾക്കുന്നതല്ലേ. ഇവിടെ കടകംപള്ളിയെ ശനിയാഴ്ച ചോദ്യം ചെയ്തു, ശനി ഞായർ തിങ്കൾ ചൊവ്വാഴ്ചയാണല്ലോ വാർത്ത പുറത്തു വന്നത്. എന്താണ് അദ്ദേഹത്തെയൊക്കെ രഹസ്യമായിട്ട് ചോദ്യം ചെയ്യാൻ കാരണവും? ഇനി അടൂർ പ്രകാശിന് നോട്ടീസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അടൂർ പ്രകാശ് അത് ആ നോട്ടീസ് പ്രകാരം അന്വേഷണ സംഘത്തിന്റെ മുമ്പാകെ പോകും, അദ്ദേഹം തെളിവ് കൊടുക്കും. ആ കാര്യത്തിൽ ഒന്നും ഒരു തർക്കവുമില്ല, ആ കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയവുമില്ല. പിന്നെ ശ്രീ രാംകുമാർ പറഞ്ഞ ജീർണതയുടെ പാർട്ടി, സാർ അങ്ങയുടെ പാർട്ടിക്ക് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ജീർണത ഒരുപാട് ചൂണ്ടിക്കാണിച്ചു. 25 പഞ്ചായത്തേ കിട്ടിയുള്ളൂ. കേരളത്തിൽ 1958 പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. ഞങ്ങളൊരു 160 പഞ്ചായത്തിൽ ജയിച്ചു നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. ഞങ്ങൾ പറഞ്ഞു അഡ്വക്കേറ്റ് സേനാപതി വേണു, അദ്ദേഹം BJP പ്രതിനിധി അല്ല, അദ്ദേഹം മുതിർന്ന അഭിഭാഷകൻ എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തെ നമ്മൾ ഈ ചർച്ചയിലേക്ക് ശ്രീ വിനോദ്, അദ്ദേഹം BJP പ്രതിനിധിയല്ല
BJP-യേക്കാൾ കൂടുതലായി BJP-ക്ക് വേണ്ടി വാദഗതി നടത്തുന്നു. അദ്ദേഹം ഉപയോഗിച്ച പദം എന്ന് പറഞ്ഞാൽ സാധാരണ BJP-ക്കാർ പോലും ചർച്ചയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു പദമല്ല. അദ്ദേഹം മുതിർന്ന അഭിഭാഷകൻ, അദ്ദേഹമായിട്ട് നേരിട്ട് എനിക്ക് പരിചയമുള്ള ആള്, ഞങ്ങൾ ആവശ്യത്തിനും വിളിക്കാറുള്ള ആള്, ആ എല്ലാ ബഹുമാനവും. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം അദ്ദേഹം പ്രകാശനം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ മറ്റൊരാൾ അതിന്റെ അഭിപ്രായം പറയുന്നതിന് മുമ്പ് ഞാൻ അദ്ദേഹത്തെ വിളിച്ച് സാർ ആ പുസ്തകത്തെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞതാണ്. അതൊക്കെ ഞങ്ങൾ തമ്മിലുള്ള വ്യക്തിപരവും ഞങ്ങൾ തമ്മിലുള്ള എന്താ പറയുക തൊഴിൽപരമായിട്ടുള്ള സൗഹൃദങ്ങൾ. പക്ഷേ അദ്ദേഹം BJP-യേക്കാൾ കഠിനമായി BJP-ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഞാൻ സംഘി എന്ന പദം ഉപയോഗിക്കില്ല, സംഘപരിവാറിന് വേണ്ടി, കാരണം അതാണ് അതിന്റെ ഒരു മര്യാദ എന്നുള്ളത്. സംഘപരിവാറിന് വേണ്ടി വാദിക്കുന്ന അദ്ദേഹത്തെ നിങ്ങൾ നിയമവിദഗ്ധനായി ഒരു വാക്ക് കൂടി കൊണ്ട് ഒന്ന് ഈ BN ഹസ്കറോട്, ഹസ്കറെ, ഈ നിങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്താ പറഞ്ഞ PM ആന്റണിയുടെ നാടകത്തിന് വേണ്ടിയും ഒക്കെ ഒരുപാട് വാദഗതികൾ നടത്തുന്ന ആളാണല്ലോ. ഇതിപ്പോ മാത്രമല്ലെന്നേ, സഹാവ് പിണറായി വിജയന്റെ വീടിന്റെ ചിത്രം ഇട്ടു എന്ന പേരിൽ വിദേശത്തുനിന്ന് ഒരുത്തനെ കേസിൽ അവനെ ഇന്റർപോളിന്റെ സഹായത്തോടെ വരുത്തി ജയിലിനകത്ത് വിട്ട ഒരു കാര്യം നിങ്ങൾക്കറിയാം. ഇതൊക്കെ അസഹിഷ്ണുതയാ. ലീഡർ ശ്രീ K. കരുണാകരനെ ആക്ഷേപിച്ചുകൊണ്ട് എത്രയോ സിനിമകൾ, എത്രയോ പാരഡി ഗാനങ്ങൾ, എത്രയോ നാടകങ്ങൾ നിങ്ങൾ ആവശ്കരിച്ചു. വിയോജിപ്പ് പറഞ്ഞ ആളാണ് സെനാപതി വേണു. അദ്ദേഹം അടിയന്തരാവസ്ഥയെ തുലനം ചെയ്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അടിയന്തരാവസ്ഥയിൽ ഈ എന്താ പറഞ്ഞ ഏതെങ്കിലും ഹാസ്യ ഗാനം പാടി എന്നത് കൊണ്ടൊന്നും ഒരാളെയും ജയിലിലാക്കിയിട്ടില്ല. ഇത് എന്താ പറഞ്ഞ പൗരാവകാശത്തിന്റെ മാത്രമല്ല, ഇവരിവിടെ പറയുന്ന ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റവും നഗ്നമായ ലംഘനമാണ് ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഹസ്കർ അത് സമ്മതിച്ചതിൽ സന്തോഷമുണ്ട്. മറ്റ് ഇടതുപക്ഷ സഹയാത്രികരോ കമ്മ്യൂണിസ്റ്റ് നേതാക്കളോ ഒന്നും അത് സമ്മതിക്കാൻ തയ്യാറല്ല. അവരിപ്പോഴും പിണറായി ഭക്തിയിൽ, ഏത് ആ പാറശാലയിലെ വനിതാ സഖാക്കന്മാർ പാടിയതുണ്ടല്ലോ, ഇന്ന് ഈ പാർട്ടി ലോകമെന്നും പ്രശോഭിച്ചിടും കാരണഭൂതൻ. ആ കാരണഭൂതന് വേണ്ടി ഇവര് ഈ പാട്ടുകൾ പാടി ഇവരിങ്ങനെ നടക്കും എന്നുള്ളത് കൊണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരണം. ആ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരുന്നതിന് പകരമായി കോൺഗ്രസിനെ കൂടി ഈ സംശയത്തിന്റെ നിഴലിലേക്ക് ഇടത് നിരീക്ഷകനായി ഇരുന്നു കൊണ്ട് അഡ്വക്കേറ്റ് ഹസ്കർ നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത് വ്യക്തിപരമായ അഭിപ്രായങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു പാരഡി ഗാനം ഇറക്കിയതിന്റെ പേരിൽ കേസെടുക്കുന്നത് ശരിയല്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ സുബ്രഹ്മണ്യത്തിന്റെ പേരിൽ എടുത്ത കേസ് അതൊക്കെ തമാശയായി കാണണമെന്നൊക്കെ പറയാനുള്ള ചങ്കൂറ്റം അദ്ദേഹം കാണിക്കുന്നുണ്ട്. അതേപോലെ അഡ്വക്കേറ്റ് സേനാപതി വേണുവും വ്യക്തിപരമായ അഭിപ്രായങ്ങളും നിലപാടുകളും ചർച്ചയിൽ വ്യക്തമാക്കണം. അന്ധമായി ഇവിടെ രാംകുമാർ സാർ പറഞ്ഞ ആ പദം ഉപയോഗിക്കുന്നില്ല. അന്ധമായി കോൺഗ്രസിന് വേണ്ടി മരിച്ചു നിൽക്കാതെ വ്യക്തിപരമായ ചില നിലപാടുകൾ കൂടി സ്വീകരിക്കുമ്പോഴേ വ്യക്തിത്വം കൂടുതൽ ചർച്ചയിൽ കൂടുതൽ പ്രോജ്വലമായി വരികയുള്ളൂ എന്നുള്ള ഒരു വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്.